ഹായ് വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഈ വർഷം 2024 വരാൻ പോകുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, ഈ എക്സാമുകൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ RRB ജൂനിയർ എഞ്ചിനീയർ അതേപോലെ തന്നെ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിന്റെ കൺസെപ്റ്റ്സുകളും നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, ഓപ്ഷൻ എ T2/T1 equal to P2/P1 if V is kept constant, T2/T1 equal to V2/V1 if P is kept constant, P1/P2 equal to V2/V1 if T is kept constant, none of these. SSC ജൂനിയർ എഞ്ചിനീയർ 2017 ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ തെർമോഡൈനാമിക്സിലെ പെർഫെക്റ്റ് ഗ്യാസ് ലോസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ലോ ആണ് എന്ത്? ബോയിൽസ് ലോ. എന്താ ബോയിൽസ് ലോയിൽ നമ്മൾ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അല്ലേ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P1V1 ഈസ് ഈക്വൽ ടു എന്ത്? P2V2 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് P1/P2 എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? V2/V1 അല്ലെ? ഈ ഒരു ഇക്വേഷൻ P1/P2 equal to V2/T1 in this temperature remains constant. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, P1/P2 is equal to V2/V1 if temperature is kept constant. ഇത് തന്നെയാണ് ബോയിൽസ്. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ എ നോക്കാം അല്ലേ? അവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഗേ-ലുസാക്ക് ലോ. നമ്മൾ പെർഫെക്റ്റ് ഗ്യാസ് ലോയിൽ പഠിച്ച മറ്റൊരു ലോ ആണ് ഗേ-ലുസാക്ക് ലോ. എന്താ ഗേ-ലുസാക്ക് ലോയിൽ നമ്മൾ പഠിച്ചത്? അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലേ? അതായത് P1/T1 ഷുഡ് ബി ഈക്വൽ ടു P2/T2 അല്ലേ? അതായത് T2/T1 എന്ന് പറയുന്നത് P2/P1 ഈക്വൽ ആണ്. വോളിയം അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് എന്ത്? ഗേ-ലുസാക്ക് ലോ അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത്? ചാൾസ് ലോ അല്ലെ? ചാൾസ് ലോയിൽ നമ്മൾ പെർഫെക്റ്റ് ഗ്യാസ് ലോയിൽ പറഞ്ഞത് അല്ലേ? അവിടെ എന്താണ്? പ്രഷർ ആണ് കോൺസ്റ്റന്റ് അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ നമുക്ക് എങ്ങനെ എഴുതാം? V1/T1 ഈസ് ഈക്വൽ ടു V2/T2 അല്ലേ? അതിൽ നമുക്ക് പറയാം T2/T1 എന്തിന് ഈക്വൽ ആണ്? V2/V1 ഈക്വൽ ആണ് if P is kept, pressure is kept constant. അപ്പോൾ ഇതേതാണ്? ഇത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ബോയിൽസ് ലോ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, P1/P2 ഈക്വൽ ടു V2/V1. അപ്പോൾ എല്ലാ ഐഡിയൽ ഗ്യാസ് ലോസുകളും പഠിച്ചിരിക്കുക. ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് SSC RRB JEE പോലെയുള്ള എക്സാമുകൾ പ്രതീക്ഷിക്കാം. ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴും എന്തിലാണ്? എല്ലായിടത്തും ടെമ്പറേച്ചർ എന്തിലാണ് കൊടുക്കേണ്ടത്? കെൽവിനിലാണ്. കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന ആ ലോയിൽ തന്നെ പറയുന്നുണ്ട്. സോ അത് ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് മോസ്റ്റ് ക്വസ്റ്റ്യൻസിലും തരുന്നത്. ടെമ്പറേച്ചർ എന്തിലോട്ട് മാറ്റിയിരിക്കണം? കൺവേർട്ട് ടു കെൽവിൻ. അത് മറന്നു പോകരുത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഈ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് തന്നെ പോകും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് പോകാം. എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? നോക്കാം. The difference between the temperature of superheated steam and the liquid vapor saturation temperature at the corresponding pressure is known as. SSC junior engineer 2015 ചോദിച്ച ഒരു ചോദ്യമാണ്. The difference between temperature of the superheated steam അല്ലേ? നമുക്ക് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ഒന്ന് പ്ലോട്ട് ചെയ്യാം അല്ലേ? ഇതിൽ നമ്മൾ ഈ വരയ്ക്കുന്ന കർവിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കർവ് അല്ലേ? ഇതിനകത്ത് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. ഇതൊരു P1 എന്ന് പറയുന്ന പ്രഷർ ലൈൻ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഇത് ഏത് റീജിയൻ ആണ്? ഇത് വെറ്റ് സ്റ്റീമാണ്. ഇത് വെറ്റ് സ്റ്റീമിന്റെ റീജിയൻ ആണ്. ഇത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ റീജിയൻ ആണ് അല്ലെ? ഇത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. ഈ ലൈനിലാണെങ്കിൽ അതെന്താണ്? ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ഓഫ് ദ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ലെറ്റ്സ് സേ ഇതാണ് 1. ഇത് 1. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഏത് കണ്ടീഷനാ? സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. ഓക്കെ, അപ്പോൾ ഈ 1ലെ ടെമ്പറേച്ചറിനെ ഞാൻ എന്തെടുത്തു? T1. ഇതാണ് T1.
ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആൻഡ് ലിക്വിഡ് വേപ്പർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഏതാ ലിക്വിഡ് വേപ്പർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ? നോക്കേ, ഇവിടെ കംപ്ലീറ്റ് ലിക്വിഡ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ലിക്വിഡ് വേപ്പറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ് എന്തായി? വേപ്പറായി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? സാച്ചുറേഷൻ ടെമ്പറേച്ചർ. കാരണം ഈ സാച്ചുറേഷൻ ടെമ്പറേച്ചർ വെച്ചാണ് ഫേസ് ചേഞ്ച് നടക്കുന്നത്. ലിക്വിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വേപ്പർ. അപ്പോൾ നമ്മുടെ ചോദ്യം സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചറും സാച്ചുറേഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് T1 മൈനസ് T സാച്ചുറേഷൻ പറയുന്ന പേരെന്ത്? ഇതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്നറിയപ്പെടുന്നത്. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്, ഓപ്ഷൻ ബി അല്ലേ. ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചറും സാച്ചുറേഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആണ്. ദാ ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു. ഇതെന്താണ്? അണ്ടർ കൂൾഡ് ലിക്വിഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറിനെ ഞാൻ ലെറ്റ്സ് സേ T1 എന്ന് വിളിക്കുന്നു. T1. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായിരിക്കും? ഈ സാച്ചുറേഷൻ മൈനസ് T1. അതായത് സാച്ചുറേഷൻ ടെമ്പറേച്ചറും നമ്മുടെ അണ്ടർ കൂൾഡ് ലിക്വിഡിന്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ ഡിഫറൻസ്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ്. ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ്. അപ്പോൾ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്, അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചറും സാച്ചുറേഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ്. അതെന്താണ്? സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഡിഫറൻസും അതേപോലെ തന്നെ അണ്ടർ കൂൾഡ് ലിക്വിഡ്, സബ് കൂൾഡ് ലിക്വിഡിന്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനാണ് ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഫോർ ദ ഗിവൺ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി തന്നെയാണ് അവിടെ ഇത് റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. ആർ ആർ ബി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. നോക്കാം. സ്പീഡ് തന്നിരിക്കുന്നത് 1000 RPM, ഫ്ലോ റേറ്റ് അല്ലേ, നമ്മുടെ ഡിസ്ചാർജ് തന്നിരിക്കുന്നത് 1200 m3/s, ഹെഡ് 20 മീറ്റർ ആണ്, പവർ 5 horse power ആണ്. ഇഫ് ദ സ്പീഡ് ഇസ് ഇൻക്രീസ് ടു 1500 RPM, ദ നെറ്റ് ഫ്ലോ വിൽ ബി. അതായത് സ്പീഡ് N1 എന്ന് പറയുന്നത് 1000 RPM ആയിരിക്കുന്ന സമയത്തുള്ള ഫ്ലോ റേറ്റ്, അതായത് ഡിസ്ചാർജ് Q1 എത്രയാ? 1200 m3 ആണ്. 1200 m3/s ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് N2 1500 RPM ആകുമ്പോൾ ഡിസ്ചാർജ് Q2 എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. നമ്മൾ കുറച്ച് എംപിറിക്കൽ റിലേഷൻസുകൾ നമ്മുടെ പമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒരു റിലേഷനാണ് എന്ത്? Q/N/d³ ഷുഡ് ബി ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലേ. നമ്മൾ പഠിക്കുന്ന ഒരു എംപിറിക്കൽ റിലേഷനാണ്. അതായത് Q ഡിസ്ചാർജ് ബൈ N/d³. N സ്പീഡ്സ്, D എന്താണ്? ഇമ്പല്ലർ ഡയമീറ്റർ ആണ് അല്ലേ, ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്ചാർജ് സ്പീഡും എങ്ങനെയാണ്? Q/N എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് പറയാനാണെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം അല്ലേ. അതായത് Q1/N1 ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ടു Q2/N2. ഈ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. കാരണം Q/N/d³ ത്രൂ ഔട്ട് ഫോർ എ പമ്പ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നോക്കാം. Q1 1200 അല്ലേ. സോ നോക്കാം, 1200 ഡിവൈഡ് ബൈ അവിടുത്തെ സ്പീഡ് എത്രയാ? 1000 ഈസ് ഈക്വൽ ടു Q2. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡിസ്ചാർജ് ആണ്. അവിടുത്തെ സ്പീഡ് എത്രയാണ് വന്നിരിക്കുന്നത്? 1500. സോ Q2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? Q2 1200 into 1500 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 150 into 12 അല്ലേ. അതായത് 1800 m3/s. ഓപ്ഷൻ എ ആണ് റൈറ്റ്. കാരണം ഡിസ്ചാർജ് പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. സോ സ്പീഡ് കൂടിയാൽ ഡിസ്ചാർജ് കൂടും. സോ 1000 ആയിരുന്നപ്പോൾ ഡിസ്ചാർജ് 1200 ആണെങ്കിൽ സ്പീഡ് 1500 ആയപ്പോൾ ഡിസ്ചാർജ് എത്രയായി? 1800. അപ്പോൾ ആ റിലേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതേപോലെ മറ്റ് റിലേഷൻസുകളുണ്ട്. ഒന്നെന്താണ്? h/n²d² കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. P/n³ d⁵5 കോൺസ്റ്റന്റ് എന്ന് പറയുന്ന റിലേഷൻ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഡിഫറെന്റ് റിലേഷൻസുകളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ റിലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് PDCA സൈക്കിൾ, അല്ലെങ്കിൽ ഡീമിംഗ് വീലിന്റെ പാർട്ട് അല്ലാത്തത്. RRB എക്സാമിന് ചോദിച്ചതാണ്. ഡു, ചെക്ക്, പ്ലാൻ, അപ്രൂവ്. എന്താണ് ഇതിനകത്ത്? PDCA സൈക്കിളിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം ഇവിടെ മെയിൻ ആയിട്ട് PDCA സൈക്കിൾ, അതായത് ഡീമിംഗ് വീലിനകത്തുള്ള ഇതൊക്കെയാണ്: ആക്ട്, പ്ലാൻ,
ഡു, ചെക്ക്. ഇത് നാലുമാണുള്ളത് അല്ലേ? ഇതില്ലാത്ത ഏതാ? അപ്രൂവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു PDSC സൈക്കിളിൽ ബി മീഡിയലിനകത്ത് ഇല്ലാത്തതാണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ? ഓപ്ഷൻ ഡി. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് തന്നെയാണത്. അപ്പോൾ നോട്ട് ചെയ്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. PERT consists of following time estimate: optimistic time, pessimistic time, most likely time. Which of the following statements given above are correct? അപ്പോൾ പെർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അല്ലേ? പെർട്ട് നമുക്ക് CPM പെർട്ട് നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ പെർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഈവന്റ് ഓറിയന്റഡ് ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ പെർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണ്? അത് 3 ടൈം എസ്റ്റിമേറ്റ് ആണ് അല്ലേ? 3 ടൈം എസ്റ്റിമേറ്റ് ആണ് അവിടെ വരുന്നത്. നമ്മൾ പറഞ്ഞ 3 ടൈമുകൾ: ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, മോസ്റ്റ്ലി ലൈക്ലി ടൈം. ഈ 3 ടൈമുകളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. പെർട്ട് എന്ന് പറയുന്നത് 3 ടൈം എസ്റ്റിമേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 2 and 3. 3 ടൈമുകളും നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താ? ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. നോട്ട് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെയുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പെക്റ്റഡ് ടൈം ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ TO plus 4TM plus TP divided by 6. TO എന്താണ്? ഒപ്റ്റിമിസ്റ്റിക് ടൈം, TM മോസ്റ്റ് ലൈക്ലി ടൈം, TP പെസിമിസ്റ്റിക് ടൈം. സോ ഈ 3 വാല്യൂസും നമുക്കറിയാമെങ്കിൽ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ ഈ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് കിട്ടും. സോ ഈ ഒരു എക്സ്പ്രഷൻ നോട്ട് ചെയ്തിരിക്കുക. ഇതിൻ്റെ പ്രോബ്ലംസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. 3 ടൈമുകൾ തന്നിട്ട് എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ 3 ടൈമുകളും നമുക്ക് പെർട്ടിന് ആവശ്യമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 2 and 3. ഓക്കെ, സോ നമ്മുടെ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻട്രിയിൽ ഓൾറെഡി RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്കുള്ള കോഴ്സസുകൾ അവൈലബിൾ ആണ്. RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ ഗോൾഡ് ബാച്ചസ് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചോട് കൂടി കോഴ്സ് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷനിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു.